സഞ്ജു സാംസൺ തിരിച്ചെത്തിയതോടെ രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സ് മത്സരത്തിൽ റോയൽസ് ആരാധകർ ഏറെ പ്രതീക്ഷ വച്ചിരുന്നു. എന്നാൽ പ്രതീക്ഷയ്ക്കൊത്ത പ്രകടനം കാഴ്ചവെക്കാൻ സഞ്ജുവിന് സാധിച്ചില്ല. 10 റൺസിന്റെ പരാജയമാണ് രാജസ്ഥാൻ പഞ്ചാബിനോട് ഏറ്റുവാങ്ങിയത്. നെറ്റ്സിൽ പരിശീലനം നടത്തുമ്പോൾ വെടിക്കെട്ട് ബാറ്റിംഗ് നടത്തുന്ന സഞ്ജുവിന്റെ വീഡിയോ റോയൽസ് പങ്കുവച്ചതോടെ ആരാധകരുടെ പ്രതീക്ഷ വാനോളം ഉയർന്നിരുന്നു. 16 പന്തിൽ 1 4ഉം 1 6ഉം പറത്തിയ താരം സ്വന്തമാക്കിയത് ആകെ 20 റൺസാണ്. മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ബാറ്റിംഗ് ആരംഭിച്ചപ്പോൾ ആരാധകർ അമ്പരന്നിരുന്നു. സഞ്ജു എന്ന ക്യാപ്റ്റന്റെ വിട്ടുകൊടുക്കൽ മനോഭാവത്തിന്റെ നേർചിത്രമാണ് കാണാൻ സാധിച്ചത് എന്ന അഭിപ്രായങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു. ഡൽഹിയുമായി നടന്ന മത്സരത്തിനിടെയാണ് സഞ്ജു സാംസന്റെ വാരിയെല്ലിന് പരിക്കേൽക്കുന്നത്. അതിനുശേഷം ഇന്നലെയാണ് താരം പ്ലേയിങ് 11ലേക്ക് തിരിച്ചെത്തിയത്. സഞ്ജുവിന്റെ അഭാവത്തിൽ രാജസ്ഥാൻ ഓപ്പണിംഗിന് ഇറക്കിയ താരമാണ് 14-കാരൻ വൈഭവ് സൂര്യവംശി. തകർപ്പൻ പ്രകടനം നടത്തി ക്രിക്കറ്റ് ലോകത്തെ തന്നെ വൈഭവ് ഞെട്ടിച്ചിരുന്നു. 35 പന്തിൽ സെഞ്ചുറി നേടി വൈഭവ് പല റെക്കോർഡുകളും സ്വന്തം പേരിലേക്ക് മാറ്റുകയും ചെയ്തു. സഞ്ജു സാംസൺ തിരിച്ചെത്തുമ്പോൾ വൈഭവ് ടീമിൽ ഉണ്ടാകുമോ, ഇനി ഉണ്ടെങ്കിൽ തന്നെ ബാറ്റിംഗ് പൊസിഷൻ ഏതായിരിക്കും എന്ന് തുടങ്ങി നിരവധി സംശയങ്ങൾ ആരാധകരിലുണ്ടായിരുന്നു. IPL 2025 സീസണിൽ ഈ മത്സരമൊഴികെ ബാക്കി എല്ലാ മത്സരങ്ങളിലും ഓപ്പണറായിട്ടാണ് സഞ്ജു ഇറങ്ങിയത്. എന്നിരുന്നാലും കഴിഞ്ഞ കളിയിൽ വൈഭവിനായി സഞ്ജു വഴിമാറിക്കൊടുത്തു. സഞ്ജുവിന്റെ ഈ മനോഭാവമാണ് ആരാധകർ ചർച്ച ചെയ്യുന്നത്. ഈ സീസണിലുടനീളം ഓപ്പണറായി ഇറങ്ങി പെട്ടെന്ന് 1 ഡൗൺ ആയി ഇറങ്ങുമ്പോൾ അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടുകൂടിയും അത്തരം ഒരു സമ്മർദ്ദം റോയൽസ് ക്യാമ്പിലെ കുട്ടിത്താരത്തിന് സഞ്ജു നൽകിയില്ല. വൈഭവിന് തിളങ്ങാൻ സാധിക്കുന്ന ഓപ്പണിംഗ് റോൾ തന്നെയാണ് സഞ്ജു നൽകിയത്. സഞ്ജുവിന്റെ ആ നീക്കം പിഴച്ചില്ല. തനിക്ക് നേരെ വന്ന പന്തുകൾക്ക് മേലെ കടുത്ത പ്രഹരം നൽകാൻ വൈഭവിന് സാധിച്ചു. എന്നാൽ അധിക നേരം മൈതാനത്ത് തുടരാൻ വൈഭവിന് കഴിഞ്ഞില്ല. ടോസ് നടത്തിയതിനു ശേഷം പ്രതികരിച്ച സഞ്ജു വൈഭവിനെ കുറിച്ച് വാചാലനായിരുന്നു. അസാധാരണമായ എന്തെങ്കിലും ചെയ്താൽ പ്രായം നോക്കാതെ ആ നേട്ടത്തെ നമുക്ക് ബഹുമാനിക്കാൻ സാധിക്കണമെന്നും താനും ഇവിടെ അത് തന്നെയാണ് ചെയ്യുന്നതെന്നും ബാറ്റിംഗ് ഓർഡർ അനുസരിച്ച് താൻ ഇറങ്ങും എന്നുമായിരുന്നു സഞ്ജു പറഞ്ഞത്. സഞ്ജുവിന്റെ ഈ വാക്കുകളും തുടർന്നുള്ള വൈഭവിന്റെ ഓപ്പണറായുള്ള എൻട്രിയുമാണ് ആരാധകർ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തത്. ഇന്ത്യ T20 ടീമിൽ സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിയിലാണ് സഞ്ജു ഓപ്പണർ റോളിലേക്ക് എത്തുന്നത്. ഇതോടെ താരത്തിന്റെ തലവര മാറുന്ന പ്രകടനമാണ് T20 മത്സരങ്ങളിൽ കാഴ്ചവെച്ചത്. ഇതിനുശേഷം ആരംഭിച്ച IPL 18ാം സീസണിലും സഞ്ജു ഓപ്പണറായി തന്നെ തുടരുകയായിരുന്നു. ടോസ് നേടിയ പഞ്ചാബ് ആദ്യം ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ശേഷം നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 219 റൺസ് പഞ്ചാബ് നേടി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ രാജസ്ഥാൻ റോയൽസിന് നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 209 റൺസ് മാത്രമാണ് നേടാനായത്. തുടക്കത്തിൽ ഗംഭീര പ്രകടനം നടത്തിയ യശസ്വി ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയും ആരാധകർക്ക് പ്രതീക്ഷ നൽകിയെങ്കിലും ഒരുപാട് നേരം ക്രീസിൽ തുടരാൻ താരങ്ങൾക്ക് സാധിച്ചില്ല. 15 പന്തിൽ 40 റൺസ് നേടിയ വൈഭവ് മറ്റൊരു മികച്ച ഇന്നിംഗ്സ് കാഴ്ചവെക്കും എന്ന ആരാധകർ കാത്തിരിക്കുമ്പോഴാണ് താരത്തിന്റെ പുറത്താകൽ. 25 പന്തിൽ 50 റൺസ് നേടി ജയ്സ്വാളും പവലിയനിലേക്ക് മടങ്ങി. സഞ്ജുവും മടങ്ങിയതോടെ ധ്രുവ് ജൂറൽ അർദ്ധ സെഞ്ചുറി നേടി തകർച്ചയിലേക്ക് വീണ രാജസ്ഥാൻ റോയൽസിന് വീണ്ടും പ്രതീക്ഷ നൽകി. എന്നാൽ പഞ്ചാബിന്റെ ബൗളിംഗ് നിര കൃത്യമായ ഇടവേളകളിൽ റോയൽസിന്റെ ബാറ്റിംഗ് ശക്തിയെ തകർത്തുകൊണ്ടിരുന്നു. എന്നത്തെയും പോലെ അനായാസം ജയിക്കാമായിരുന്ന മത്സരം മധ്യനിരയുടെ വീഴ്ചയെ തുടർന്ന് റോയൽസിന് നഷ്ടമായി എന്ന് തന്നെ പറയാം. ജോഫ്ര ആർച്ചറിന്റെ അഭാവവും ടീമിനെ നന്നേ ബാധിച്ചു. പുതുതായി ടീമിലെത്തിച്ച താരങ്ങളെ മൈതാനത്ത് ഇറക്കാതിരുന്നതിലും ആരാധകർക്കിടയിൽ നിന്ന് വിമർശനമുയരുന്നുണ്ട്. മികച്ച താരങ്ങളെ ടീമിലെത്തിച്ചിട്ടും അവരെ ബെഞ്ചിലിരുത്തി വീണ്ടും പരാജയം ഇരന്നു വാങ്ങുകയായിരുന്നു റോയൽസ് എന്നാണ് ആരാധകരുടെ പക്ഷം. പഞ്ചാബിന്റെ ഫീൽഡിംഗ് മികവും എടുത്തു പറയേണ്ടതാണ്. റോയൽസിനെ വലിയൊരു സ്കോറിലേക്ക് ഉയർത്താൻ അനുവദിക്കാതെ വലിഞ്ഞു മുറുക്കാൻ പഞ്ചാബിന് സാധിച്ചു.